എന്തൊരു നല്ല വാക്കാണ് യഥാർത്ഥത്തിൽ ഇതിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞ് നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്നത്. നബിയോട് പറയണം, നബിയെ തങ്ങൾ ഇവരോട് പറയണം, സമൂഹത്തോട് പറയണം, തആലൂ, വാ വാ വാ, അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ ഓതിത്തരാം. ദാരിദ്ര്യം കാരണമായിട്ട് നിങ്ങളുടെ സ്വന്തം മക്കളെ നിങ്ങൾ കൊന്നുകളയരുത്. നഹ്നു നർസുഖുക്കും വഇയ്യാഹും, നിങ്ങൾക്കും അവർക്കും ഭക്ഷണം നൽകുന്നത് നമ്മളാണ് ട്ടോ. അല്ലാഹു പറയാണ്. ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച വിഷയം. ഒരുപാട് കൊലയാളികളുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, എത്ര മനുഷ്യന്മാരുണ്ടാകും? ഒരു പക്ഷേ എന്റെ സദസ്സിൽ തന്നെ ഈ പ്രസംഗം കേട്ടിരിക്കുന്നവർ പലരും കൊലയാളികളായി മാറുകയാണില്ല. എവിടെ? കല്യാണം കഴിഞ്ഞിട്ട് 3-ാമത്തെ മാസം തന്നെ ഗർഭമുണ്ടായി, അല്ലെങ്കിൽ 1-ാമത്തെ മാസം തന്നെ ഗർഭമുണ്ടായി, അല്ലെങ്കിൽ വന്ന അന്ന് തന്നെ ഗർഭമുണ്ടായി. അപ്പോ ഈ പുതിയ ദമ്പതികൾക്കൊരു മാനക്കേട്, ഇപ്പൊ തന്നെ ഗർഭം വേണ്ട, കുറച്ച് കഴിച്ചിട്ട് മതിയായിരുന്നു. എന്താ മാർഗം? രണ്ടാളും ഇങ്ങനെ അടക്കം പറഞ്ഞു, ആണും പെണ്ണും അടക്കം പറഞ്ഞു. എന്താ മാർഗം? അബോർഷനാക്കി കളയാം. ഒരു വിഷമവുമില്ല. കൊണ്ടുപോയിട്ട് അല്ലാഹു ജന്മം നൽകുന്ന ഈ കുഞ്ഞിനെ വെട്ടി നുറുക്കാൻ വാപ്പിയും തയ്യാറാവുകയാണ്. കൊലപാതകത്തിൽ ഏറ്റവും കടുപ്പുള്ള കൊലപാതകമാണിത്. സ്വന്തം ശരീരത്തെ കൊല്ലലും, പിന്നെ സ്വന്തം മക്കളെ കൊല്ലലും. അത് കഴിഞ്ഞിട്ടേ വേറുള്ളവരിലേക്ക് പോവുള്ളൂ. നമുക്ക് കേൾക്കാം ഇതിന്റെ കടുപ്പത്തിലുണ്ട്. ദാരിദ്ര്യം ഭയന്നിട്ട് മക്കളെ കൊല്ലരുത്. അത് അവിടെ നടപ്പുള്ള ഒരു കാര്യം പറഞ്ഞതാണ്, ജനങ്ങൾക്കിടയിൽ നടപ്പുള്ള ഒരു കാര്യം. അതെന്താ? ഇന്നും ജനങ്ങൾക്കിടയിൽ നടപ്പുള്ള കാര്യമാണ്. 5000 ഉറുപ്പിക ശമ്പളം കിട്ടുന്ന ഞാനും എന്റെ ഭാര്യയും 2 മക്കളും സുഖമായിട്ട് ജീവിക്കുന്ന, അല്ലെങ്കിൽ ഒത്തില്ല എന്നുള്ള നിലക്ക് ജീവിക്കുന്ന, അങ്ങനെയാക്കുക, കഷ്ടപ്പെട്ട് ജീവിക്കുന്നു എന്ന് തന്നെ പറയാം. അപ്പോഴാണ് 3-ാമത്തെ ഒരുത്തൻ ഏത് ചെയ്തിട്ടുണ്ട്? ഗർഭപാത്രത്തിൽ അവൻ ഇടം കിട്ടിയിട്ടുണ്ട് എന്ന വിവരമറിയുന്നത്, ഭാര്യയ്ക്ക് ഗർഭമുണ്ട് എന്നുള്ള വിവരം അറിയുന്നത്. ഭാര്യയും ഭർത്താവും അസ്വസ്ഥരാകുന്നു. ഇനിയൊരു കുട്ടിയും കൂടെ ഉണ്ടായ നമ്മുടെ സുഖജീവിതത്തെ ചോദ്യം ചെയ്യും. ഈ 2 മക്കളെ തന്നെ പോറ്റി വളർത്താൻ നമ്മളെ കൊണ്ടാവുന്നില്ല. അതുകൊണ്ട് തൽക്കാലം ഇവൻ ഈ 3-ാമനെ വേണ്ട എന്ന് വെക്കുക. അല്ലെങ്കിൽ 3-ാമത്തവള് പെൺകുഞ്ഞാണ് എന്നറിഞ്ഞപ്പോ ലിംഗനിർണയം നടത്തിയതിന്റെ ശേഷം കുട്ടി പെണ്ണാണെങ്കിൽ കുഴിച്ചു മൂടുന്നവര്, അവിടെ ഗർഭപാത്രത്തിൽ തന്നെ കുഴിച്ചു മൂടുന്ന പലരും, ആ കുഞ്ഞിനെ കൊല ചെയ്ത് കളയുന്ന പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ശരിക്കാലോചിച്ചോളൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ.